1 മണിക്കൂറും ഞായറാഴ്ച ദിവസങ്ങളിൽ 3 മണിക്കൂറും മാത്രം ഉറങ്ങിയതായ ഏതാണ്ട് 6ഓളം വർഷമുണ്ട് എൻ്റെ ജീവിതത്തിൽ. രാവുമില്ലാതെ അധ്വാനിച്ചു, ഒരു പൈസ പോലും കളഞ്ഞിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് ഒരു സാരിയും ബ്ലൗസും മേടിച്ചു കൊടുത്തു, അമ്മയ്ക്ക് 1 പവന്റെ ഒരു മാല മേടിച്ചു കൊടുത്തു, എൻ്റെ പിതാവിന് ഒരു HMT വാച്ചും ഒരു ഡബിൾ മുണ്ടും ഷർട്ടും മേടിച്ചു കൊടുത്തു. മന്ത്ലി 250 റുപ്പീസ് സാലറി വാങ്ങിച്ചിരുന്ന ഒരാൾ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണിത്. ഇന്ന് ആൾ സാലറി ആയിട്ട് മാത്രം മന്ത്ലി കൊടുക്കുന്നത് 12 crore rupees ആണ്. വെൽക്കം ടു ഡെൻകെയർ ഡെന്റൽ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് ആൻഡ് വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് ഡെന്റൽ ലാബ്. ഒരു ദിവസം ഈ കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്യുന്നത് 5000 പല്ലുകളാണ്. എൻ്റെ പിതാവിനോട് പറഞ്ഞു, എടാ പഠിപ്പിക്കാൻ വിടാൻ മാർഗ്ഗമില്ല, നീ റബ്ബർ വെട്ട് പഠിച്ചോളാം. എൻ്റെ സാറേ, അന്ന് എനിക്ക് ആകെ ഒരു മാസം 250 രൂപ ശമ്പളമുള്ളൂ. അന്നൊരു ഡെന്റൽ ലാബ് ചെറുതായിട്ട് തുടങ്ങണമെങ്കിൽ പോലും 20 ലക്ഷം രൂപ വേണം. 20 ലക്ഷം രൂപയായിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും. ഒരു കൊല്ലം മുഴുവൻ ഞാൻ പണിയെടുത്തു കഴിഞ്ഞാൽ 3000 രൂപ കിട്ടുള്ളൂ. 88-ൽ ഏതാണ്ട് 4.25 ലക്ഷം രൂപ ഞാൻ സമ്പാദിച്ചതും, കൃത്യമായി പറഞ്ഞാൽ 25,000 രൂപ ഒരു ബ്ലേഡ് ബാങ്കിൽ നിന്ന് 36% പലിശയ്ക്ക് എടുത്തത്, പുറമെ 15 ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ഒരു മാത്യു സാറ് മാനേജർ, അദ്ദേഹം ലോൺ തന്നതും കൂടെ കൂട്ടി 20 ലക്ഷം രൂപ മുതൽ മുടക്കോടുകൂടി ഡെൻകെയർ 88-ൽ സ്റ്റാർട്ട് ചെയ്തു. തുടങ്ങുമ്പോൾ 4 ജോലിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 300 സ്ക്വയർ ഫീറ്റ് താഴെ മാത്രം സ്ഥലം. അങ്ങനെ ഒരു ചെറിയ സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തു. എന്റെ മനസ്സിലെ ഒരു ആഗ്രഹം, എനിക്ക് ഒരു 10,000 പേർക്ക് ജോലി കൊടുക്കാൻ കഴിയണമെന്ന്. ആളുകൾ പൊതുവെ പറയും കേരളം വ്യവസായത്തിന് പറ്റിയ മണ്ണല്ലെന്ന്. എന്നാൽ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ കേരളം പോലെ വ്യവസായത്തിന് പറ്റിയൊരു മണ്ണില്ലെന്നാണ് ഞാൻ എന്നും പറയുകയുള്ളൂ. കാരണം കേരളത്തില് ആളുകൾ പറയും അവിടെ അങ്ങനെ സമരമുണ്ട്, അവിടെ ഇന്ന പ്രശ്നമുണ്ട്, യൂണിയൻ പ്രശ്നമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. കേരളത്തിലെ മനുഷ്യരെ പോലെ നല്ല മനുഷ്യരെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രധാനമന്ത്രിക്ക് പല്ല് നിർമ്മിച്ചത് അത് ഞങ്ങൾ തന്നെ, മുൻ പ്രധാനമന്ത്രി. അതെ, പിന്നെ മൻമോഹൻ സിംഗ് സാറിന്. ബിർളയ്ക്കും ടാറ്റയ്ക്കും ഒക്കെ നമ്മൾ അവിടുന്ന് പല്ല് വെച്ച് കൊടുക്കണേ. അതെ, എല്ലാം ഇവിടുത്തെ മെയിൻ ആൾക്കാരെ ഒക്കെ വെച്ചേക്കണത് നമ്മളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, UK യിലും USA യിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും UAE-ലും എല്ലാം ഞങ്ങൾക്ക് മാനുഫാക്ചറിംഗ് സെന്റേഴ്സ് ഉണ്ട്. ബിലോ 10 പീപ്പിൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനത്തിൽ ഇന്ന് 4200 പീപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൽ 70% വുമൺ ആണ്. 3 crore വർത്തായിട്ടുള്ള ഒരു മെഷീനാണ് ഈ കാണുന്നത്. ആൻഡ് ഇതിലാണ് ടൂത്ത് ബിൽഡ് ചെയ്യുന്നത്. അതെ, നമ്മുടെ ബ്രാൻഡാണ് ഡെൻകെയർ സിർക്കോണിയം. നമുക്കത് 6 വേരിയൻസിലാണ് ഉള്ളത്. നമുക്കത് സ്റ്റാർട്ടിംഗ് ഫ്രോം സോളിഡ് പ്ലസ്, റക്സ് കെയർ, അൾട്രാ പ്ലസ്, ക്ലാസിക്, പ്രീമിയം ആൻഡ് പ്ലാറ്റിനം പ്ലസ്. ഇതാണ് നമ്മുടെ 6 വേരിയൻസ് ഉള്ളത്. നമ്മളുടെ പല്ലിനേക്കാളും 10 മടങ്ങ് സ്ട്രെങ്ത് ഉള്ള ടൂത്താണിത്. ഇറ്റ് ഈസ് മെഡിക്കലി ഗ്രേഡ്. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി സേഫ്. ആദ്യത്തെ സ്റ്റെപ്പാണ്. ഒരു 36 വർഷം ഒന്നുമില്ലാതെ ഒന്നായിരുന്നു തുടക്കം. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 4,500 പേരായില്ലേ. 4 പേരായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. ഇന്ന് 4,500 പേരുണ്ട്. ഒരു 5 ഇയേഴ്സിനുള്ളിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുള്ള ഈ സ്ഥാപനം ഏഷ്യാസ് നമ്പർ 1 എന്നുള്ള ടാഗ് ചിലപ്പോൾ ചേഞ്ച് ചെയ്യും, എന്നിട്ട് വേൾഡ്സ് നമ്പർ 1 എന്നാക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.